السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാന്യരായ നാദാപുരത്തും പരിസര പ്രദേശത്തുമുള്ള പിതൃതുല്യരായ കാരണവന്മാരെ, മാതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ശബ്ദം അടുത്തുനിന്നും ദൂരെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരും ഏറെ അല്ലാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, പഠിക്കണം, മനസ്സിലാക്കണമെന്ന് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അല്ലാഹു ഇതൊരു പുണ്യകർമ്മമായി, സൽക്കർമ്മമായി, സുഹൃതമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീന്, മതം സമൂഹത്തിന്റെ മുമ്പാകെ വക്രതയില്ലാതെ, വളച്ചൊടിക്കലുകളില്ലാതെ സുവ്യക്തമായി, സുതാര്യമായി അവതരിപ്പിക്കാൻ ലോകത്തിലേക്ക് അല്ലാഹു തആല പ്രവാചകന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നിശ്ചയിച്ചു. ആ വേദഗ്രന്ഥങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇനി ലോകം അവസാനിക്കുന്നത് വരെ സമൂഹത്തിന് ദിശാബോധം നൽകാൻ, മാനവ സമൂഹത്തിന്റെ മുമ്പാകെ വഴികാട്ടിയായി നടക്കാൻ അവസാനത്തെ വേദഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേവലം 23 വർഷക്കാലത്തിനിടയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളും അവസരങ്ങളും ഉപയോഗപ്പെടുത്തി അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത അമൂല്യമായ അവന്റെ വേദഗ്രന്ഥം, അവന്റെ കലാമ് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ സത്യസന്ധമായ പ്രഖ്യാപനങ്ങളിലേക്ക് ലോകം തിരിച്ചുവരികയും ചെയ്യുന്ന ആനന്ദകരമായ, സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. ഇവിടെ ഇതുപോലെയുള്ള നീണ്ടു നിൽക്കുന്ന
പ്രോഗ്രാമുകൾ തയ്യാറാക്കിയിട്ടുള്ള സംഘാടകർ നാദാപുരത്തിന്റെ മണ്ണിൽ അള്ളാഹുവിന്റെ ദീന് ഏറെ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് മുമ്പും. അതേ മണ്ണിൽ വീണ്ടും വ്യത്യസ്തരായ പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും ഈ നാട്ടിലേക്ക് വരികയും ഈ നാട്ടിലുള്ളവരോടും പരിസര പ്രദേശത്ത് ജീവിക്കുന്നവരുമായ ആളുകളോടും ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് സുതാര്യമായി കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ദഅവത്തിന്റെ പ്രബോധന മാർഗത്തിന്റെ ഒരു പ്രത്യേക മുഖത്തിലാണ് നാം ഇരിക്കുന്നത്. മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂചനാത്മകമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല അവന്റെ അത്യപാരമായ അനുഗ്രഹമായി ഈ ഭൂമിയിൽ പിറക്കാനും മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വളരാനും ഭൂതലത്തിലേക്ക് പിറന്നു വരാനും കോടിക്കണക്കിന് മനുഷ്യർക്ക് അവസരം കൊടുത്തതുപോലെ ഒരവസരം ലഭിച്ചു. ഭൂമിയിലേക്ക് വന്നവരാണ് നാം എല്ലാവരും. ലോകത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും പഠിക്കാനും അവന്റെ വിശ്വാസ ആചാര കർമാനുഷ്ഠാന രംഗങ്ങളെ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുവാനും ഭദ്രമാക്കുവാനും അതിനെ ഏറ്റവും ശരിയായ വിശ്വാസത്തോടുകൂടി കർമ്മങ്ങൾ വേണ്ടതുപോലെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനാണ് സത്യത്തിൽ മനുഷ്യർക്ക് ഉത്ബോധനങ്ങളും പ്രബോധന മാർഗങ്ങളിലെ സംസാരങ്ങളുമെല്ലാം എക്കാലഘട്ടത്തിലും ഉപയോഗപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ മുമ്പിലും നമുക്ക് ബലാത്കാരങ്ങളോ പ്രലോഭനങ്ങളോ മറ്റേതെങ്കിലും വശീകരണ ശൈലികളോ പ്രയോഗിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഭാരതമെന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ കേരളമെന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ദഅവത്തിന്റെ കാലോചിതമായ മുഖങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ദഅവ സംരംഭങ്ങളുടെ ഏറ്റവും ലളിതവും സുതാര്യവും സുവ്യക്തവുമായ മാർഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചത്തെ എത്തിക്കുക എന്ന ഉത്തരവാദിത്ത നിർവഹണമാണ് ഈ ദഅവത്ത് കൊണ്ട് നാം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. പ്രവാചകന്മാരോട് പോലും അള്ളാഹു ഖുർആനിൽ സംസാരിച്ചത് ദഅവത്ത് എന്ന പ്രബോധനം എന്ന മാർഗത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകളിലേക്ക് സത്യത്തെ എത്തിക്കുക എന്നത് മാത്രമാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്ന രംഗം നമുക്കറിയാം. 88-ാം അധ്യായം സൂറത്ത് അൽ ഗാശിയ 21 മുതൽ 26 വരെയുള്ള വചനങ്ങൾ അറിയാത്തവരായി മുസ്ലിം സമുദായത്തിൽ വളരെ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവൂ. സാധാരണ ദിവസങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണത്. സൂറത്തുൽ ഗാശിയയിൽ 21 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹ് പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളോട് ഒരു പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് പോലെ ലോകം അവസാനിക്കുന്നത് വരെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നിങ്ങളോടാണ് ഇത് സംസാരിക്കുന്നത് എന്ന നിലയിൽ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ല മൻ തവല്ല വകഫർ ഫയുഅദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. മനോഹരമായ അർത്ഥസമ്പുഷ്ടമായ പ്രയോഗമാണിത്. ഓ നബിയെ ഫദക്കിർ, താങ്കൾ ഉത്ബോധനം നടത്തണം. ഇന്നമാ അൻത മുദക്കിർ,
താങ്കൾ ഒരു ഉത്ബോധനം നടത്തുന്ന ഒരാൾ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അധികാരമോ ബലപ്രയോഗമോ ചെലുത്തേണ്ടവനല്ല താങ്കൾ. താങ്കൾ പറയുക എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എത്തിക്കുക എന്ന ഡ്യൂട്ടിയാണ് താങ്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രബോധന മാർഗത്തിൽ ഏർപ്പെടുക, സത്യാസത്യ വിവേചനങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് നീതി, ഏതാണ് അനീതി, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ദുർമാർഗം, ഏതാണ് നേരായ മാർഗം, ഏതാണ് ഈമാൻ, ഏതാണ് അതിനപ്പുറം നിൽക്കുന്ന കുഫർ, ഹക്കേതാണ് ബാത്തിലേതാണ്, വിവച്ഛേദിച്ച് ആളുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയും പറഞ്ഞുകൊടുക്കുകയുമാണ് താങ്കളുടെ ഡ്യൂട്ടി എന്ന് താങ്കൾ മനസ്സിലാക്കണമെന്ന് ഖുർആൻ പ്രത്യേകം എടുത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ടും ആളുകൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് തിരിഞ്ഞു പോകാവുന്നതാണ്, പിറകോട്ട് നടക്കാവുന്നതാണ്. അവർക്ക് സത്യത്തിനെതിരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ അവരുടെ മടക്കം നമ്മിലേക്കാണ്. ഇന്ന ഇലൈന ഇയാബഹും, അവിടെ മടക്കം നമ്മിലേക്കാണ്. അവർ തിരിച്ചു വരാനുള്ളത് നമ്മുടെ അടുത്തേക്കാണ്. അവരെ വിചാരണ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഗാശിയയിൽ 21 മുതൽ 26 കൂടിയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു തആല വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് സലഫി പ്രസ്ഥാനം എന്നും ദഅവത്ത് നിർവഹിക്കാറുള്ളത്. ആളുകളോട് സത്യത്തെ കേൾപ്പിക്കുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ എന്ന് പരിശോധിച്ച് ആ പരിശോധനയിലൂടെ നൂതനമായ കാലോചിതമായ മാർഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ വായിപ്പിക്കുന്ന മാർഗങ്ങളും കാണുന്ന മാർഗങ്ങളും കേൾപ്പിക്കുന്ന മാർഗങ്ങളും എത്തിക്കുന്ന മാർഗങ്ങളും വ്യത്യസ്തമായ അനുവദിക്കപ്പെട്ട മാർഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ദഅവത്ത് അവരിലേക്ക് എത്തിക്കുക. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരിൽ ഇന്നിന്റെ പ്രത്യേകത നമ്മൾ എല്ലാവരും പങ്കാളിയാകുന്നു എന്നതാണ്. പ്രബോധന ഉത്തരവാദിത്തം നിർവഹിക്കാൻ പ്രഭാഷകന്മാരായി സ്റ്റേജിൽ കയറുന്ന ആളുകൾ മാത്രം നിർവഹിക്കുന്ന ഒന്നല്ല ദഅവത്ത് എന്ന് പറയുന്നത്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് ഓടി വന്ന് ഇസ്ലാമിനെ പഠിക്കുന്ന ആളുകളോട് നിങ്ങൾ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസിൽ വ്യക്തമാണ്. ബല്ലുഹു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിക്കണമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുമാണ്. അവിടെ വളരെ ഡീപ്പായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ, അഗാധമായ അറിവ് നേടിയവർക്ക് മാത്രമേ ദഅവത്തിന്റെ മുഖത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. എനിക്കറിയുന്നത് എന്റെ ഭാര്യക്കറിയില്ലെങ്കിൽ, എനിക്കറിയുന്നത് എന്റെ അയൽവാസിക്കറിയില്ലെങ്കിൽ, എനിക്കറിയുന്നത് എന്റെ നാട്ടുകാർക്കറിയില്ലെങ്കിൽ, ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയത് ഹക്കാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന ഉറപ്പെനിക്കുണ്ടെങ്കിൽ ആ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത് ഒരു പ്രഭാഷകന്മാരുടെയോ പണ്ഡിതന്മാരുടെയോ മാത്രം ഡ്യൂട്ടിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എവിടെ നാം പ്രോഗ്രാമുകൾ വെച്ചാലും നേരത്തെ തന്നെ ആളുകളെത്തി വിഷയങ്ങളെ പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുന്ന സന്തോഷകരമായ അനുഭൂതികളും അനുഭവങ്ങളും ഇന്നിന്റെ കാലത്ത് നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നത്. ഇവിടെ ചില വിഷയങ്ങളിലേക്കുള്ള സൂചനകൾ മാത്രം പ്രിയപ്പെട്ടവരെ കോർമ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോടും ദൂരെ നിന്ന് കേൾക്കുന്നവരോടും ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസാദിന്റെയും ഫിത്നകളുടെയും പരീക്ഷണങ്ങളുടെയും ആപത്ഘട്ടങ്ങളുടെയും അതുപോലെ കാലവിപത്തുകളുടെയും ഒക്കെ പരീക്ഷണങ്ങളെ ഏറെ വായിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ദുബായ് എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം മംഗലാപുരത്തിന്റെ എയർപോർട്ടിൽ കത്തിനശിച്ച വാർത്ത വലിയ വാർത്തയായിരുന്നു. ലാൻഡ് ചെയ്യാനുള്ള മെസ്സേജ് കിട്ടി. മംഗലാപുരത്തിന്റെ എയർപോർട്ടിൽ റൺവേയിലേക്ക് വിമാനം, പ്രിയപ്പെട്ടവരെ, അതിന്റെ ചക്രങ്ങളെ നിലത്ത് പതിക്കുന്ന സന്തോഷകരമായ ഒരു അനുഭവമുണ്ടായിരുന്നു. പുറത്ത് കാത്തിരിക്കുന്നവർക്ക് എന്റെ ഉപ്പ, എന്റെ പിതാവ്, എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ മക്കൾ ആ ഫ്ലൈറ്റിലുണ്ട്, അതെ ആ ഫ്ലൈറ്റാണ് വരുന്നത് എന്ന സന്തോഷത്തിൽ നോക്കി നിന്നവർക്ക് ഏറെ വേദനിക്കുന്ന
കരിഞ്ഞുപോയ കത്തിക്കരിഞ്ഞുപോയ മയ്യത്തുകളെ ജഡങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സമയം നമ്മൾ ഓർക്കുന്നുണ്ട്. 156 പേർ യാത്ര ചെയ്ത വിമാനം മംഗലാപുരത്തിന്റെ റൺവേയിൽ ഒരു പ്രത്യേക ശബ്ദത്തോടുകൂടി പൊട്ടിമാറി 3 തീഗോളങ്ങളായി മാറി. തെറിച്ചു വീണ 8 പേർ ഒഴിച്ച് 148 പേരും മരണപ്പെട്ടു പോയ വലിയൊരു ദുരന്തത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. ആ ഫ്ലൈറ്റിലിരുന്ന് പ്രിയപ്പെട്ടവരെ, വേണ്ടാവൃത്തികൾ ചെയ്തവരും വേണ്ടാത്തത് സംസാരിച്ചവരും കാണാൻ പാടില്ലാത്തത് കണ്ടവരും അനുഭവിക്കാൻ പാടില്ലാത്തത് അനുഭവിച്ചവരുമൊക്കെ ഒരുപക്ഷെ ആ യാത്രയിലുണ്ടാവാം. ഞാൻ എന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിൽ ഒരു യാത്രയിലാണ് എന്ന് ഓർക്കാൻ സാധിക്കാതെ പോയവർ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ഹൃദയം കൊണ്ട് ഓർക്കുവാനും പരീക്ഷണഘട്ടങ്ങളെ എങ്ങനെ നേരിടേണ്ടി വരുമെന്ന് പഠനം നടത്താത്തവരും ആ യാത്രയിൽ ഉണ്ടായിരിക്കും. അതിൽ നല്ലവരും ചീത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടവരും ഉണ്ടാവാം. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ ഒരു സമൂഹത്തെയോ സമുദായത്തെയോ ഒരു ടീമിനെയോ ഒരു രാജ്യത്തെയോ ഒരു നാടിനെയോ മൊത്തത്തിൽ ബാധിക്കുകയും അവരുടെ നിയ്യത്തുകളും പ്രവർത്തനങ്ങൾക്കും അനുസൃതമായി മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്ക് വേർതിരിവ് ലഭിക്കുകയും ചെയ്യുമെന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രഖ്യാപനമാണ്. ഇവിടെ തുടർച്ചയായി 2 വിമാന ദുരന്തങ്ങൾ കൂടി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആധുനിക സംവിധാനങ്ങളും ആധുനിക ടെക്നോളജികളും വികസിച്ചതിന്റെ ഉത്തുംഗതയിൽ, പുരോഗതിയുടെ ഉത്തുംഗതയിൽ കയറി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ സമയത്ത് ആ ഫ്ലൈറ്റ് എവിടേക്ക് നീങ്ങി, എവിടെ പോയി നശിച്ചു, എവിടേക്ക് ആളുകൾ നഷ്ടപ്പെട്ടുപോയി, അവിടെ ജഡമെട്ടെടുക്കാൻ, അവിടെ മയ്യത്തെങ്കിലും കണ്ടെടുക്കാൻ എന്ത് മാർഗങ്ങൾ തേടും എന്നതുപോലും കൃത്യമായി വ്യക്തമായി മനസ്സിലാകാത്ത വിധത്തിൽ, ഒരു വേർതിരിവ് കിട്ടാത്ത വിധത്തിൽ ആളുകൾ ആകമാന മംഗലാപ്പിലായി നിൽക്കുന്ന ഒരു സമയവും സാഹചര്യവും നാം കാണുന്നു. മനുഷ്യരോട് ലോകം പറയുകയാണ്, ഈ പ്രകൃതി ആവശ്യപ്പെടുകയാണ്, ഈ പ്രപഞ്ചം ആവശ്യപ്പെടുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ഈ പ്രകൃതിയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ കരങ്ങളാൽ കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മനുഷ്യരെ നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങൾ ചിന്തിക്കാൻ പരീക്ഷണങ്ങളേറെ നിങ്ങളുടെ മുന്നിലേക്ക് തൊടുത്തുവിടുകയാണ്. ഖുർആനിന്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ കരങ്ങൾ കടലിലും കരയിലും പ്രവർത്തിച്ചത് നിമിത്തമാണ് ഫസാദുകളും പ്രശ്നങ്ങളും ഉണ്ടായത്. മനുഷ്യന്റെ കരങ്ങൾ ഇടപെട്ടത് നിമിത്തമാണ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ് കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്തിനാണ്? വിമാന ദുരന്തങ്ങളിൽ മരണപ്പെട്ടുപോയ 100 കണക്കിന് മനുഷ്യരുടെ, ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടുപോയ, കാണാതെ പോയ വിമാനത്തിലെ യാത്രികരെ കുറിച്ചോ വിമാനത്തെക്കുറിച്ചോ ഇന്നും ഒരു സൂചന പോലും കണ്ടെത്താൻ, എവിടെ ചെന്നു അവസാനിച്ചു എന്ന് പറയാൻ, അതിന്റെ ഏതെങ്കിലും ഒരു അവശിഷ്ടങ്ങളെ കണ്ടെത്തുവാൻ, കണ്ടെടുക്കുവാൻ സാധിക്കാതെ അവർ കൈമലർത്തുകയാണ്. ആര്? ലോകത്തെ മുഴുവനും ഞങ്ങളുടെ സംവിധാനങ്ങളുടെ ആധുനിക ടെക്നോളജിയിലൂടെ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നു, നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെപ്പോലും ഒരു പൊടി പോലും കണ്ടെടുത്ത് ആളുകൾക്ക് മുമ്പിൽ വേണ്ട വിധത്തിലുള്ള ഒരു അവബോധം നൽകാൻ സാധിക്കാതെ പോകുന്നു. ഇവിടെ മനുഷ്യർ മനസ്സിലാക്കേണ്ടത് എന്താണ്? നാം നിസ്സാരന്മാരാണ്. കോടിക്കണക്കിന് ജീവജാലങ്ങളും ചരാചരങ്ങളും ഈ ഭൂതലത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അവന്റേതാണ് ഭൂമി, അവന്റേതാണ് ആകാശം, അവന്റേതാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളതെല്ലാം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതുമെല്ലാം അവന്റേതാണ്, എല്ലാം അവന്റേതാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഭൂമിയിലെ നിങ്ങളെ ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ്. നിങ്ങളൊരു വടിയാത്രക്കാരനെ പോലെയാണ്. നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിൽ മാത്രമാണ് നിലകൊള്ളേണ്ടത്. ഒരു വടിയാത്രക്കാരൻ ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കാനിരുന്നവനെ പോലെ നിസ്സാരനാണ് നീ എന്ന് മനസ്സിലാക്കണം. മരണം വന്നെത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ യാത്രയിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. നിന്റെ നടത്തവും നിന്റെ പെരുമാറ്റവും നിന്റെ സ്വഭാവവും നിന്റെ ജീവിതത്തിന്റെ ശൈലികളും കണ്ടാൽ ഭൂമിയാകമാനം അടക്കി ഭരിക്കുവാനും, നിന്റെ നടത്തത്തിന്റെ ശൈലി കണ്ടാൽ ഭൂമിയെ പിളർത്തിക്കളയുവാനും, ആകാശത്തിലെ ഉയർന്നു നിൽക്കുന്ന മലകളോളം ഉയരാനും സാധിക്കുമെന്ന ഒരു അഹങ്കാരത്തിന്റെ ഏതോ ഒരു ചിന്ത മനുഷ്യരിലുണ്ട്. അത് വേണ്ട എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ ആയത്തിലേക്ക് പിന്നീട് പ്രവേശിക്കുന്നതാണ്.
ഇവിടെ ഞാൻ പറയുന്നത് മനുഷ്യരെ നിങ്ങൾ അഹങ്കരിക്കരുത് എന്ന് പറയാൻ. നിങ്ങൾ ഊങ്ക് കാണിക്കരുത്. പൊങ്ങച്ചത്തിനൊരിക്കലും നിങ്ങൾ അവകാശികളായി മാറരുത്. നിങ്ങൾ ധിക്കാരം കാണിക്കരുത്. ലാളിത്യമുള്ളവരായി മാറണം, എളിമയുള്ളവരായി മാറണം, വിനയം കാണിക്കുന്നവരായി മാറണം എന്ന് മനുഷ്യരോട് ഇതായി പ്രകൃതി ആവശ്യപ്പെടുകയാണ്. ഏറെയേറെ കാലവിപത്തുകൾ, സുനാമിയെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. കത്രീന പോലെ, റീത്ത പോലെ, ഗോന് പോലെയുള്ള കാറ്റുകളെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ പട്ടാളം തന്നെ ഞങ്ങളാണ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു ചെറിയ തലോടലുകൾ മാത്രം കൊടുത്തുകൊണ്ട് കാറ്റുകൾ കയറി വന്നപ്പോ ആ രാജ്യം മുഴുവനും ആകമാനം ഞെട്ടിത്തെറിക്കുകയാണ്. വ്യത്യസ്തമായ രോഗങ്ങളെ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള രാജ്യങ്ങളെ പരീക്ഷിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്. ആ രോഗികളെ ട്രീറ്റ്മെന്റ് നടത്താൻ പോകുന്നവർ, അവർക്ക് ആശ്വാസം നൽകാൻ പോകുന്നവർ, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ പോകുന്നവർ, അവർ പോലും രോഗികളായി വീണുപോകുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറുന്നു. പക്ഷെ മനുഷ്യർ പഠിക്കുന്നില്ല. അപകടങ്ങളും ദുരന്തങ്ങളും നടന്ന് ആയിരക്കണക്കിന് മനുഷ്യർ വീണുകിടക്കുന്ന ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, അത്ഭുതമാണ്, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അവിടെ വീണുകിടക്കുന്ന സഹോദരിമാരുടെ മോതിര വിരലിൽ നിന്ന് മോതിരം ഊരിയെടുക്കാൻ കിട്ടാത്തതിന്റെ പേരിൽ ആ വിരൽ മുറിച്ച് പോക്കറ്റിലിടുന്ന ദാരുണമായ രംഗങ്ങൾ നമുക്ക് മാധ്യമങ്ങൾ കാണിച്ചു തന്നു. കാതിന്റെ ഏറ്റവും സോഫ്റ്റായ ഭാഗത്തെ തൂങ്ങിക്കിടക്കുന്ന സ്വർണ്ണക്കമ്മലുകൾ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഊരിയെടുക്കാൻ കിട്ടാതെ പോകുന്നുവെന്ന് കാണുമ്പോൾ ആ കാതിന്റെ സോഫ്റ്റായ ഭാഗം ബ്ലേഡുകൾ ഉപയോഗിച്ച് മുറിച്ച് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പോക്കറ്റിലിടുന്ന ഒരു പുതിയ ലോകത്തെ നമ്മൾ കാണുന്നു. ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് എന്നെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്നവർ അതെല്ലാം മൊബൈലിൽ പകർത്തി അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആഡ് ചെയ്യാൻ മത്സരം കാണിക്കുന്ന ഒരു പുതിയ ലോകത്തെ നമ്മൾ കാണുന്നു. വീണ് കിടക്കുന്ന, രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന, ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടവരായ ആ മനുഷ്യരെ അവരുടെ ശരീരത്തിലെ രക്തവും മുറിവും പ്രശ്നമാക്കാതെ അവരുടെ കാതിലെയും കഴുത്തിലെയും കയ്യിലെയും ആഭരണങ്ങളെ ഊരിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ലോകത്തെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ എന്തിന് ഇവിടേക്ക് വന്നു? എവിടെ നിന്ന് വന്നവനാണ്? എവിടേക്ക് പോകേണ്ടവനാണ്? ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പുതിയ ലോകത്തെയാണ് നാം കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കവശം. ആ വശത്തെ ഒന്നുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ അഗാധ തലത്തിലേക്ക് കൊണ്ടുപോയി ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാനുണ്ട്? ഈ ഒരു തലമുറയോട് എനിക്കും നിങ്ങൾക്കും എന്ത് പറയാനുണ്ട്? അവർക്ക് സമാധാനത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നാം എന്ത് മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്? ആ മാർഗങ്ങളിൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷമുള്ള ആലോചനകളുടെ ഏറ്റവും നല്ല ഫലമായിരിക്കാം ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ. കേരളത്തിലും കേരളത്തിന് പുറത്തും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രത്യേകമായി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നതും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ആവട്ടെ. ഞാൻ പറയുന്നത് പുതിയ തലമുറയുടെ വികാരങ്ങൾ, വൈകാരിക തലങ്ങൾ, അവിടെ ചിന്തകൾ, അവിടെ ആലോചനകൾ ഇത്തരത്തിലുള്ള കാടുകേറിയ, അതുപോലെ ഒരിക്കലും പരിമിതികളും പരിധികളും ഇല്ലാത്ത ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. കൊലപാതകങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ആർക്കും അതൊരു പ്രശ്നമല്ല. നിസ്സാരമായ കാര്യത്തിന് 2.5 പവൻ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് ഒരു കുട്ടിയുടെ കഴുത്തിൽ ഷാലിട്ട് മുറുക്കി ആ കുട്ടിയെ കൊന്നുകളയുന്നത്. അമ്മയുടെ നാടോടി സ്ത്രീകൾ അങ്ങാടിയിൽ വിശ്രമിച്ച് രാത്രി ഷട്ടർ താഴ്ത്തി കടപൂട്ടി ഷോപ്പടച്ചു പോകുന്ന ആ ഷോപ്പിന്റെ ഉടമ പോടിക്കഴിഞ്ഞപ്പോ ആ ഷോപ്പിന്റെ മുന്നിൽ കിടന്നുറങ്ങുന്ന നാടോടി സ്ത്രീകളുടെ കൂടെ കിടന്നുറങ്ങുന്ന 3 വയസ്സ് മാത്രം പ്രായമുള്ള, കാലിന്റെയും കൈയിന്റെയും ചുവപ്പ് മാറിയിട്ടില്ല, അതല്ലെങ്കിൽ മാതാവിന്റെ നെഞ്ചിടത്തിൽ നിന്ന് പാല് കുടിച്ച് അത് മതിയാക്കിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെ മാതാവ് പോലും അറിയാതെ വാരിയെടുത്ത് ബിൽഡിങ്ങിന്റെ പിറകുവശത്തേക്ക് കൊണ്ടുപോയി തന്റെ കാമവികാരങ്ങൾക്കും വൈകാരിക തലങ്ങൾക്കും ഉപയോഗപ്പെടുത്തി ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ വരെ പൊട്ടിപ്പോകുമാറ് മാരകമായ വിധത്തിൽ, കഠിനമായ വിധത്തിൽ ആ കുട്ടിയെ ലൈംഗികമായ ആഭാസങ്ങൾക്ക് വിധേയമാക്കുന്ന ദയനീയമായ രംഗങ്ങൾ. ഈ മനുഷ്യരോടാണ് മനുഷ്യരെ നിങ്ങൾ ധർമ്മം പഠിക്കണമെന്ന് പറയുന്നത്. ഈ മനുഷ്യരോടാണ് മനുഷ്യരെ നിങ്ങൾ നീതി പഠിക്കണമെന്ന് പറയുന്നത്. ഓ മനുഷ്യരെ, നിങ്ങളുടെ സ്രഷ്ടാവിനെ അറിയണേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഭൂമി ഒരുക്കിയ അള്ളാഹുവിനെ, നിങ്ങൾക്ക് വേണ്ടി ആകാശങ്ങൾ ഒരുക്കിയ അള്ളാഹുവിനെ, നിങ്ങൾക്ക് വേണ്ടി ആകാശത്തുനിന്ന് വെള്ളമിറക്കി തന്ന ആ സ്രഷ്ടാവിനെ അറിയണമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഖുർആൻ പ്രയോഗിച്ചൊരു ശൈലി നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ പാമ്പുകളും ഇവിടുത്തെ തേളുകളും
ഇവിടുത്തെ മൃഗങ്ങളും തേട്ടയുള്ള മൃഗങ്ങളും കാനനത്തിൽ ഗർജിക്കുന്ന സിംഹങ്ങളും അല്ലെ ആനകളും ആനകളെക്കാൾ എട്ടിരട്ടി വലുപ്പം വരുന്ന തിമിംഗലങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരെ മനുഷ്യർക്ക് വേണ്ടിയാണ്. ചെറിയ പാറ്റ മുതൽ ഉറുമ്പ് മുതൽ ഏറ്റവും നിസ്സാരമായ ബാക്ടീരിയകളും വൈറസുകളും അങ്ങനെ ഏകകോശജീവിയായ ഏതൊക്കെ ജീവി അമീബ പോലെ അങ്ങനെ മുകളിലേക്ക് നമുക്ക് ഏതൊക്കെ ജീവജാലങ്ങൾ പേരെടുത്ത് പറയാനാകുമോ എല്ലാം നമുക്ക് വേണ്ടിയാണ്. പട്ടികളും പന്നികളും മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭക്ഷിക്കാൻ പറ്റുന്നതും ഭക്ഷിക്കാൻ പറ്റാത്തതുമുണ്ട്. പക്ഷേ ഭക്ഷിക്കാൻ പറ്റുന്നതും ഭക്ഷിക്കാൻ പറ്റാത്തതുമായ മൃഗങ്ങളും ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിർത്താൻ മനുഷ്യർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പ്രയോഗിച്ചത് ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനുഷ്യൻ പഠിക്കണം, അവൻ അറിയണം. എന്നിട്ടവൻ കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു കൊലപാതകം പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാഭാഗത്ത് 60 വെട്ടുകളും 60 കുത്തുകളുമായി മരിക്കുന്നവർ, ഒറ്റവെട്ടിൽ മരിച്ചുപോയവർ, ദാരുണമായി വെട്ടി പരിക്കേൽപ്പിച്ച് അവനെ എത്രയോ സമയമെടുത്ത് ഇഞ്ചിഞ്ചായി കൊന്നുകളയുന്ന ദയനീയമായ രംഗങ്ങൾ ഉണ്ടല്ലോ. ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോ ഖുർആനിന് മനുഷ്യരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാ അനാവശ്യമായി ഏതെങ്കിലും ഒരു ആയുധം പ്രയോഗിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മനുഷ്യനോട് ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ മനസ്സിലാക്കണം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ. ഇതാ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി നീതിപൂർവമല്ലാതെ ഒരു ഇസ്ലാമിക രാജ്യത്തിനെ തെറ്റ് ചെയ്തവനെ കൊന്നവനെ ഒരു കൊലയാളിയായ മനുഷ്യനെ കൊലപാതക ശിക്ഷ കൊടുത്തുകൊണ്ട് അവനെ കൊന്നുകളയുവാനുള്ള അധികാരമുണ്ട്. ഭാരതം എന്ന് പറയുന്ന കോടതിക്ക്, ഈ രാജ്യത്തിന്റെ കോടതിക്ക് നിയമാനുസൃതമായി ഒരു മനുഷ്യന് വേണമെങ്കിൽ കൊലക്കുറ്റം നടത്തിയവനെ, തിന്മ ചെയ്തവനെ, അവനെ വധിച്ചു കളയുവാനുള്ള ശിക്ഷ കൊടുക്കുവാനുള്ള അധികാരം ഇവിടുത്തെ കോടതിക്കുണ്ട്. അതല്ലാതെ കോടതിയല്ലാതെ ജഡ്ജിയല്ലാതെ മനുഷ്യർ അന്യായമായി ഒരു അന്യന്റെ ഏതെങ്കിലും ഒരു ദേഹത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയാണ് എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. അത് നിസ്സാരമായ പ്രയോഗമല്ല. അനാവശ്യമായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു കളഞ്ഞവൻ അവൻ മുസ്ലിമല്ല എന്നല്ല പറഞ്ഞത്, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നുകളഞ്ഞവനെ പോലെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, അവന്റെ ജീവന് വേണ്ടി നമുക്ക് പലതും ചെയ്യാനാകുമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം അത് അമൂല്യമായ പ്രയോഗമാണ്, മൂല്യവത്തായ പ്രയോഗമാണ്. മനുഷ്യന്റെ ജീവന് ഒരു മൃഗത്തിന്റെ വില പോലും നൽകാത്ത ആധുനിക കാട്ടാള നിയമങ്ങൾക്ക് മുന്നിൽ അല്ലേ ഏതുപോലെ തീവ്രവാദ ഭീകരവാദ രാക്ഷസ പ്രവർത്തനം നടത്തുന്ന ഇത്തരത്തിലുള്ള ചിന്തയുള്ള ആളുകൾ, അവരോട് ഖുർആനിന്റെ ഏറ്റവും ചിന്തനീയമായ പ്രയോഗമാണത്. നിന്റെ കരങ്ങളാൽ, നിന്റെ ബുദ്ധി കൊണ്ട്, നീ ഉണ്ടാക്കിയ ആയുധം കൊണ്ട്, നീ എറിഞ്ഞ ബോംബ് കൊണ്ട്, നീ പ്രയോഗിച്ച ഏതെങ്കിലും ഒരു പ്രയോഗം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നുകളഞ്ഞവനെ പോലെയായി നീ മാറുമെന്ന് മരണാനന്തരം നിന്റെ കബർ വിട്ട് അതേ രണ്ടാമതൊരു പുനർജീവിതം നൽകി അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കേണ്ട ഘട്ടത്തിൽ നീ സർവ്വ മനുഷ്യരെയും കൊന്നവനെ പോലെ ഒരു കുറ്റവാളിയായി അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഖുർആനിന്റെ പ്രയോഗമാണത്. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം നാമധാരികളായ ആളുകൾ നടന്നു പോകുന്ന ഒരു പുതിയ ലോകത്ത് നാം കൃത്യമായി മനസ്സിലാക്കണം. എന്റെ വീട് മലപ്പുറം ജില്ലയിൽ ഇടക്കരയിലാണെങ്കിൽ എന്റെ വീട്ടിൽ ഈ സമയത്തൊരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകം നടത്തിയ ഒരാളെ എനിക്ക് വേർതിരിച്ച് മനസ്സിലായാൽ തിരിച്ചു ചെന്നവനെ കൊല്ലാനുള്ള അധികാരം എനിക്കില്ല. ഇല്ല, ഞാൻ വീട്ടിലുണ്ട്. എന്റെ മാതാവിന്റെ നേരെ, എന്റെ പിതാവിന്റെ നേരെ, എന്റെ ഭാര്യയുടെ നേരെ, എന്റെ മക്കളുടെ നേരെ അക്രമം നടത്താൻ കടന്നു വരുന്നവർക്ക് നേരെ എനിക്ക് പ്രതിരോധിക്കാം. ആ പ്രതിരോധ മാർഗത്തിൽ അവൻ എടുത്ത വാള് തിരിച്ചു വാങ്ങി ഒരുപക്ഷെ ഞാൻ പ്രയോഗിക്കേണ്ടി വന്നേക്കാം. ആ സമയത്ത് മരിച്ചവൻ, ആ സമയത്ത് എന്റെ വെട്ടേറ്റ് മരിച്ചവൻ ഞാനൊരു കൊലക്കുറ്റം ചെയ്തവനായി റബ്ബിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാനില്ലാത്ത നേരത്ത് എന്റെ വീട്ടിലൊരു കൊലപാതകം നടന്നാൽ അവനെ അന്വേഷിച്ച് പുറപ്പെട്ട് അവന്റെ പിറകെ ചെന്ന് അവനെ പിടികൂടി കൊന്നുകളഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ കുറ്റവാളിയായി മാറുന്നു എന്ന് പഠിപ്പിച്ച നീതിയുടെ മതം. ഈ ഒരു നിയമം ഇസ്ലാമിക അധ്യാപനങ്ങളിലല്ലാതെ എവിടെ കാണാൻ പറ്റും?
ഈ ഒരു ഏറ്റവും മാന്യമായ നീതിയുക്തമായ ഒരു നിയമം ലോകത്തെ ഏതൊരു അധ്യാപനത്തിന്, ഇസ്ലാമിന്റെ അധ്യാപനത്തിനല്ലാതെ ഏതൊരു അധ്യാപനത്തിന് കൊടുക്കാനാകും? നിങ്ങളുടെ വീടുകളിലേക്ക് കയറി വന്ന് നിങ്ങൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ടായാൽ നിങ്ങൾ ആ നാട് വിട്ട് ഏറ്റവും സുതാര്യമായി ദീന് പഠിക്കാൻ പറ്റിയ, ജീവിക്കാൻ പറ്റിയ ഒരു നാട്ടിലേക്ക് നിങ്ങൾ യാത്ര വയ്ക്കോ എന്ന് പറഞ്ഞ ഏറ്റവും സുതാര്യമായ മതം, അവിടേക്കും ഈ ആളുകൾ കയറി വന്ന് നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുട്ടികളെയും ഉമ്മമാരെയും മാതാക്കളെയും വലിച്ചിട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പ്രതിരോധിക്കാമെന്ന് പറഞ്ഞത് അത് തീവ്രവാദമാകുമോ? അത് ഭീകരവാദമാകുമോ? ഒരിക്കലും ആവില്ല. തീവ്രവാദത്തിന്റെ മുഖമാവില്ല. ഇല്ല, ഭീകരവാദത്തിന്റെ മുഖമാവില്ല. അവിടെ നിങ്ങൾ മാന്യമായി ഇടപെടണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഒരു പക്ഷിക്കുഞ്ഞിനെ ഗിഫ്റ്റായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുക്കുമ്പോ തള്ളപ്പക്ഷിയുടെ കരച്ചിൽ കണ്ട് ആ തള്ളപ്പക്ഷി വേദനിക്കുന്നുണ്ട്. വേദനിപ്പിച്ച് ഒരു തള്ളപ്പക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ ഏറ്റവും നൈർമല്യമുള്ള, സോഫ്റ്റായ, അത് ആർദ്രതയുള്ള, അനുകമ്പയുള്ള, അലിമുള്ള, സാഹോദര്യമുള്ള, അത് സഹവർത്തിത്വമുള്ള പ്രവാചകന്റെ അനുയായികൾക്ക് പ്രിയപ്പെട്ടവരെ തീവ്രവാദികളാകാൻ പറ്റുമോ? തണുപ്പകറ്റാൻ തീക്കുട്ടി കത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതേ തീനാളമുണ്ടാക്കി തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ഓടിച്ചെന്ന് ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഉറുമ്പുകൾ വരിയിട്ട് പോകുന്ന ഒരു മാർഗമാണ്, ഒരു വഴിയാണത്. കണ്ടില്ല നിങ്ങൾ ഉറുമ്പുകൾ വരിയായി നടന്നു വരുന്നത്? അതെ, ആ ഉറുമ്പുകൾ കത്തി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, കെടുത്തിക്കളയൂട്ടി എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾക്ക് പ്രിയപ്പെട്ടവരെ തീവ്രവാദികളാകാൻ പറ്റുമോ? ക്രൂര മനസ്സിന്റെ ഉടമകളാകാനാകുമോ? ആർദ്രതയില്ലാത്ത, അനുകമ്പയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായി മാറാനാകുമോ? ഒരിക്കലും ആവില്ല. തന്നെ കൊന്നുകളയാൻ ഇറച്ചിയിൽ വിഷം കലർത്തി തന്ന ജൂത കുടുംബത്തിലെ ഒരു സഹോദരി, ആലോചിക്കൂ, ജൂതലോബികൾ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇലാ യൗമിൽ ഖിയാമ, ലോകം മുന്നോട്ട് നീങ്ങുന്ന ഏതൊക്കെ കാലമുണ്ടോ അക്കാലഘട്ടത്തിലൊക്കെ ജൂതൽ ഇസ്ലാമിന്റെ ശത്രുവായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന്, ഉണ്ട്, ഉറപ്പാണ് എന്ന് ഖുർആനിന്റെ പ്രയോഗമാണ്. പക്ഷേ ആ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ട് അവന്റെ മയ്യത്ത് ബോഡി വടിയിലൂടെ കൊണ്ടുപോകുമ്പോ, ജൂതന്മാർ വഹിച്ചു കൊണ്ടുപോകുമ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയാണ്. സഹാബാ കിറാം ചോദിച്ചു, നബിയെ, ഒരു ജൂതന്റെ മയ്യത്തല്ലേ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ അതാ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതെ, പക്ഷെ അതൊരു മനുഷ്യന്റെ മയ്യത്താണ്. 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു, അതൊരു മനുഷ്യന്റെ മയ്യത്താണ്. തന്നെ ചതിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ജൂത കുടുംബത്തിൽപ്പെട്ടവൻ മരിച്ച് അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വരെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട്, അത് മാനുഷികമായ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആദരിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി നിന്നു. ആ പ്രവാചകൻ അനുയായികൾക്ക് തീവ്രവാദിയാകാൻ, ഭീകരവാദിയാകാൻ, നിഷ്ഠൂര പ്രവർത്തനങ്ങൾ നടത്താൻ, ക്രൂരകൃത്യങ്ങൾ നടത്താൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ഒരു മുസൽമാന് ഇല്ല, ഈ അർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. പിന്നെ യുദ്ധം അനുവദിച്ചില്ല, ഇസ്ലാം അനുവദിച്ചു. എന്ന പ്രയോഗത്തെ ആളുകൾക്ക് മുമ്പിൽ എടുത്തുദ്ധരിക്കാറുണ്ട്. ഖുർആനിന്റെ പ്രയോഗമാണത്. ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ നിങ്ങൾക്കിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അനുവാദം തരുന്നുവെന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ആ പ്രയോഗത്തിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നാടിലും പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ ഓരോ ജില്ലകൾ തിരിച്ചുകൊണ്ട് മനുഷ്യർ പരസ്പരം കലഹിക്കുവാനും വാളെടുക്കുവാനുമുള്ള നിയമമാണോ? അത് അല്ല, അതൊരു ഇസ്ലാമിക രാജ്യത്തോടുള്ള നിയമമാണ്. അത് ആ അർത്ഥത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള നിയമമാണ്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും അന്യായമായ യുദ്ധം ചെയ്യാൻ പാടില്ല, അന്യായമായ യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് യുദ്ധം അനുവദിച്ചു തന്നത് നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ മാത്രമാണ് എന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. വഇന്നല്ലാഹ അലാ നസ്രിഹിൽ ലഖദീർ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്
നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ആക്രമിക്കപ്പെട്ടത്, നിങ്ങൾ വീട്ടിൽ നിന്ന് വലിച്ചിറക്കപ്പെട്ടത്, നിങ്ങളുടെ ഭാര്യമാരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടത്, അല്ലെ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ പ്രയാസത്തിലകപ്പെട്ടത്, നിങ്ങളുടെ ഏറ്റവും വലിയ ആളുകളെ നേതാക്കന്മാരെ ആക്രമിക്കപ്പെട്ടത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും ഫസാദുകളുമായി ആളുകൾ കയറി വന്നത് എന്തിന്റെ പേരിൽ മാത്രമാണ്? ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രമാണ്. സമൂഹത്തോട് ക്രൂരത ചെയ്തിട്ടില്ല അവർ, സമൂഹത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള തെമ്മാടിത്തങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, വ്യഭിചാര ലോകത്തേക്ക് പ്രവേശിച്ചതിന്റെ പേരിലല്ല, ചതിയും വഞ്ചനയും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയതിന്റെ പേരിലല്ല, മറിച്ച് എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രമായിരുന്നു ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത്. ആ ഘട്ടത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം അനുവദിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സന്ദർഭങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്തുകളുടെ പശ്ചാത്തലങ്ങളെ പ്രിയപ്പെട്ടവരെ അഗാധമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഓരോ പ്രദർശനങ്ങളും ഇവിടുത്തെ ഓരോ വായനയുടെ രംഗങ്ങളും ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ആധുനിക ലോകത്ത് ഏതൊക്കെയോ ആളുകൾ അവരുടെ പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയത്തുകളെ അടർത്തി മാറ്റി ആളുകൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്ത് ഫാത്തിഹ മുതൽ 114-ാം അധ്യായം സൂറത്ത് അന്നാസ് വരെയുള്ള പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഒരാവർത്തിയെങ്കിലും വായിക്കാൻ, അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വായിക്കാൻ ഏതൊരു മനുഷ്യൻ ശ്രമിക്കുന്നുവോ അവൻ ഇസ്ലാമിന്റെ ശത്രുവായി, അത് ജീവിതത്തിൽ ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ നോക്കിക്കാണുന്നവനാണെങ്കിൽ പോലും ഖുർആനിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഇല്ല, ഖുർആൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോകും. ഖുർആൻ നീതിക്ക് വേണ്ടിയല്ലാതെ സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പോകും. ഖുർആനിലെ അർത്ഥതലങ്ങളെ അവനെ ഏറെ ആലോചനകളിലേക്ക് കൊണ്ടുപോകും. ഖുർആനിലെ ഓരോ ശാസ്ത്രീയ പ്രയോഗങ്ങളും മനുഷ്യർക്ക് ഏറെ ദിവസങ്ങളും മാസങ്ങളും ആലോചിക്കാൻ വക നൽകുന്നതാണ്. ആ അർത്ഥത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തേനീച്ചയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത്, ഒട്ടകത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത്, ഉറുമ്പുകളെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്ത്, ചന്ദ്രനെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്ത്, പ്രിയപ്പെട്ടവരെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ ആ ഏറെ ആലോചനയ്ക്ക് വിധേയമാക്കാവുന്ന പ്രയോഗങ്ങളാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആനിലെ ആദ്യത്തെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായി, ഖുർആനിന്റെ വചനാമൃതങ്ങൾ ആദ്യത്തിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണിത്. ആ ആയത്തുകൾ തന്നെ പറയുന്ന നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. അവിടെ പ്രയോഗിച്ച അലഖ് എന്ന പ്രയോഗം കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏറെ ആളുകൾ ഇസ്ലാമിന്റെ രാജകീയമായ പാതയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഒട്ടിനിൽക്കുന്ന, വലിച്ചാൽ നീളുന്ന, അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരട്ടയെപ്പോലെ സ്വഭാവമുള്ള ഒരു പ്രയോഗം, ആ പ്രയോഗം കണ്ടുകൊണ്ട് ഇസ്ലാമിക രാജകീയ പാതയിലേക്ക് ആളുകൾ കയറി വന്നിട്ടുണ്ട്. നാം അറിയണം, നാം പഠിക്കണം. മുസ്ലിങ്ങളായി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇന്നും മുസ്ലിമായി നാമധാരികളായി ജീവിക്കേണ്ടവരല്ല നമ്മൾ. മുസ്ലിങ്ങളായി മാറേണ്ടവരാണ്. ഈ പ്രയോഗങ്ങളെ കണ്ടു ദൂരെ നിന്ന് നോക്കിക്കണ്ട് വായിക്കാൻ അവസരം കിട്ടി ഇസ്ലാമിന്റെ സുതാര്യമായ പാതയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരു വലിയ പഠനം നടത്തേണ്ടവരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഖുർആനിലെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ അമുസ്ലിം സഹോദരങ്ങൾ എന്റെ ശബ്ദം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവാം, അവരൊന്ന് ആലോചിക്കട്ടെ എന്ന നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് സമയോചിതമായി അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം പുറത്തു വന്നവരാണ് നമ്മളെല്ലാം. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനമാണ്. എത്ര മനോഹരമായ പ്രയോഗമാണ്. അല്ലാഹു തആലയാണ് മാതാവിന്റെ ഗർഭപാത്രങ്ങളിൽ നിങ്ങളെ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് ആണല്ലോ. അത് 3 ഇരുട്ടറക്കുള്ളിൽ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയെ കുറിച്ചുള്ള അതിമനോഹരമായ സംസാരവും പ്രയോഗവുമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ
ഈ പ്രയോഗത്തിലൂടെ ലോകത്തിന്റെ മുമ്പാകെ വെക്കുന്നത്. അതിമനോഹരമായ പ്രയോഗം. ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട് എന്ന് ശാസ്ത്രീയ ലോകത്തെ വിദഗ്ധന്മാർ ലോകത്തോട് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ അന്ന് ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന, ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന, ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെടുന്ന, പ്രിയപ്പെട്ടവരെ വിവരമില്ലായ്മയുടെ ലോകത്ത് ജീവിക്കുന്ന, വിജ്ഞാന ലോകത്തേക്ക് പ്രവേശിക്കാൻ അവസരമില്ലാത്ത ആ സമുദായത്തിന്റെ മുമ്പിലാണ് മാതാവിന്റെ ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുന്നത്. തേനീച്ച പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നതെന്നും പെൺതേനീച്ചയാണ് തേൻ ശേഖരിക്കുന്നത് എന്നും ഇന്നാണ് തേനീച്ചയെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ലോകത്തോട് പറയുന്നത്. പക്ഷേ ഖുർആനിലെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രയോഗത്തെ നിങ്ങളൊന്ന് പഠനവിധേയമാക്കേണ്ടതുണ്ട്. എന്ന പ്രയോഗം, അവിടെ ഒരു പെണ്ണിനെ അതേ അറബി ഗ്രാമറ്റിക്കലായി പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ആണിനോടും പെണ്ണിനോടും ഏതർത്ഥത്തിലാണ് കൽപ്പിക്കേണ്ടത്, ഒരു ഫീമെയിലിനോട് നടത്തേണ്ട പ്രയോഗം എങ്ങനെയാണ്, ആ പ്രയോഗങ്ങളെ അങ്ങനെ തന്നെ പ്രയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആൻ പെൺതേനീച്ചയാണ് വീട് കെട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ കൂടുണ്ടാക്കുന്നത്, ആ പെൺതേനീച്ചയാണ് പൂവുകളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത് എന്ന പ്രയോഗം, എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുകയാണ്. ലോകം ഇത് അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. ഒരു തേനീച്ചയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പോലും അബദ്ധം സംഭവിക്കാതെ, തെറ്റ് സംഭവിക്കാതെ, ഒരു ചെറിയ തകരാറ് പോലും സംഭവിക്കാതെ, ഒരു ഗ്രാമറ്റിക്കലായ മിസ്റ്റേക്ക് പോലും സംഭവിക്കാതെ ഖുർആൻ ആ സ്ഥലത്ത് പ്രയോഗിച്ച പ്രയോഗങ്ങൾ അത്ഭുതമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനിനെ ഒന്ന് വായിക്കാൻ തയ്യാറാകണം. ഖുർആനിന്റെ അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറാവണം. നാം അഹങ്കരിക്കേണ്ടവരല്ല, നാം ധിക്കാരം കാണിക്കേണ്ടവരല്ല, നാം ഏതെങ്കിലും അധാർമിക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടവരല്ല. സാക്ഷരതയുടെ ഒരു ലോകമായി, ഒരു നാടായി അറിയപ്പെടുന്ന കൊച്ചു കേരളം, ഈ കേരളം ഇത് ദയനീയമായ രംഗത്തിലേക്ക് നടന്നു പോവുകയാണ്. മദ്യത്തിന്റെ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഒന്ന് മാത്രം പറയട്ടെ, ഗവൺമെന്റ് മാറി വന്നു. ശരി, അവർക്ക് മദ്യം നിരോധിക്കാം, നിരോധിക്കാതിരിക്കാം. അതിന്റെ ഘട്ടങ്ങൾ ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് വരാം, ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അതൊക്കെ വേറെ വിഷയങ്ങളായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു മുസൽമാൻ എന്ന നിലക്ക് നമുക്കത് നിഷിദ്ധമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ നിഷിദ്ധമായ കാര്യം സമൂഹത്തോട് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മളെന്ന് നാം മറന്നു പോകാൻ പാടില്ല. അത് ഏറ്റവും വലിയ തിന്മയുടെ മാതാവായി നാം അതിനെ പഠിക്കേണ്ടതുണ്ട്. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു ശറാബിൻ അസ്കറ ഫഹുവ ഹറാം. ലഹരിയുണ്ടാക്കുന്ന ഏതൊക്കെ പാനീയങ്ങളുണ്ടോ, ലഹരിയുണ്ടാക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, എല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. മാത്രമല്ല, വിശദീകരിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട, മോശമായ, മ്ലേച്ഛകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് മനുഷ്യലോകം നടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന പ്രയോഗമല്ല നടത്തിയത്. വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. ഈ പ്രയോഗം നടത്തുന്ന സൂറത്ത് അൽ ഇസ്രാ, ആ സൂറത്തിൽ തന്നെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രയോഗത്തിന്റെ തൊട്ട് മുന്നിലും പിറകിലുമായി ഖുർആൻ ഏറെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. ശരി, ഒരു സൂചന മാത്രം തരട്ടെ. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫായിശതൻ വസാഅ സബീല. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് അൽ ഇസ്രായിലെ 32-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, മ്ലേച്ഛകരമായ ഒരു പ്രവർത്തനമായി നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ നടത്തുകയാണ്. തൊട്ട് വരുന്ന ആയത്തുകളൊക്കെ മനുഷ്യരോട് നിങ്ങൾ ഇന്നത് ചെയ്യരുത് കേട്ടോ, ഇന്നത് ചെയ്യണമെന്ന് പറയുന്ന നിയമങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ ഭാഗത്തെല്ലാം വലാ തഖറബു മാലൽ യതീം, യതീമിന്റെ സ്വത്തിനെ സമീപിക്കുന്ന രംഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഈ അർത്ഥത്തിൽ നിങ്ങൾ ചെല്ലാൻ പാടില്ല. പ്രായപൂർത്തിയായാൽ അവരിലേക്ക് അത് തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുന്ന നിയമത്തെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വൗഫുൽ കൈല, അളവ് നിങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ച് തൂക്കിക്കൊടുക്കേണ്ടതും അളന്നു വാങ്ങേണ്ടതുമായ രംഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. എപ്പോ ഇതാ കിൽത്തും നിങ്ങൾ അളന്നു വാങ്ങുമ്പോൾ തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് എന്ന പ്രയോഗം അടുത്ത നിയമമായി അടുത്ത ആയത്തിൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ശരി, വിട്ടുവിട്ട് സംസാരിക്കുകയാണ്. വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിൽ നിങ്ങൾ അഹന്തയോടുകൂടി നടക്കരുത്. എന്നിട്ട് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എന്താ? ഇന്നക ലൻ തഖ്രിക്കൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല.
നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല, നിനക്ക് പർവ്വതത്തോളം ഉയരാനാവില്ല. അതുകൊണ്ട് അഹങ്കരിക്കരുത്, പൊങ്ക കാണിക്കരുത്. പൊങ്ങച്ചം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കിബർ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. നമ്മുടെ വിശിഷ്ടാതിഥികളും നമ്മുടെ പണ്ഡിതന്മാരുമെല്ലാം ഇവിടെ വേദിയിലെത്തിക്കഴിഞ്ഞു. വിദേശ പ്രതിനിധികൾ ഈ വേദിയിലെത്തിക്കഴിഞ്ഞു. നമുക്ക് വേണ്ട ക്ലാസുകൾ എടുക്കേണ്ട ആളുകൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ സംസാരത്തെ ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം, എന്റെ സമയം പ്രത്യേകമായി ലിമിറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് കോർമ നഷ്ടപ്പെടുത്തി ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചനാത്മകമായി സംസാരിച്ചിട്ടുള്ളത്. നാം അഹന്തയുടെ ലോകത്തേക്ക് നടക്കേണ്ടവരല്ല, നാം ധിക്കാരത്തിന്റെ ലോകത്തേക്ക് നടക്കേണ്ടവരല്ല, അധാർമികതയുടെ ഏതൊക്കെയോ വടികൾ ഇവിടെ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കൂട്ടുനിൽക്കേണ്ടവരല്ല. 100 പേർ ചുംബന മത്സരത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ വേദി ഒരുക്കുമ്പോൾ 10,000-കണക്കിന് ആളുകൾ അത് കാണാൻ വന്ന് പോലീസിന്റെ ലാത്തി ചാർജ് വാങ്ങി ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദാരുണമായ രംഗം നമ്മൾ കാണേണ്ടി വരികയാണ്. അതും നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കെന്ത് ചെയ്യാനാകും? തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ സാമൂഹ്യ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട്, സാംസ്കാരിക മര്യാദകൾ പാലിച്ചുകൊണ്ട് സമൂഹത്തിനിടയിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെന്ന് ഉത്ബോധനം നടത്താമെന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ഈ കൊച്ചു സംസാരത്തെ, ഈ ആമുഖ സംസാരത്തെ ഒരു സുഹൃതമായി, ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും കൂടുതൽ അറിവുകൾ നൽകി സമൂഹത്തിന്റെ മുമ്പാകെ പ്രബോധന ഉത്തരവാദിത്വം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.